നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ദേവകി പൂമുഖത്ത് തന്നെ ഉണ്ടാവുന്നതാണല്ലോ. ഇന്ന് നിലവിളക്കം കത്തിച്ചിട്ടില്ല. ദേവകി ഇതോടെ പോയി. അച്ഛാ, അമ്മ എവിടെ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അല്ല, അമ്മ ഇതെവിടെ പോനെ മോനെ? ഫോൺ അകത്ത് മേശപ്പുറത്തിരിക്കുക അച്ഛാ. അമ്മ അതും എടുത്തിട്ടില്ല. ദേവകി അങ്ങനെ പറയാതെ പോവാറില്ലല്ലോ. ഇതെന്ത് പറ്റി? എനിക്ക് പേടിയാവുന്ന അച്ഛാ. മോനെ ജയന്തി എന്തി? അവളും ഇവിടെ ഇല്ലേ? ഏട്ടത്തെയും കണ്ടില്ല. എന്നാ പിന്നെ രണ്ടാളും കൂടെ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെല്ലാം പോയതായിരിക്കും മോനെ. അല്ലെ, ഈ വാതിലെല്ലാം തുറന്നിട്ടിട്ട് അങ്ങോട്ട് പോയതാ. അച്ഛാ, ജയന്തി എടുത്തിട്ട് ഫോണിലൊന്ന് വിളിച്ചു നോക്കിയാലോ? അപ്പൊ അറിയാം. മോനാ ഫോണിങ് എടുത്തേ, അച്ഛൻ വിളിക്കാം. അല്ല, അച്ഛനും അപ്പും ഒക്കെ വന്നോ? യോ, നേരെ ഇരുട്ടിയല്ലോ. നിലവിളക്കം കൊളുത്തിയിട്ടില്ല. അപ്പോ മോൾ ഉറക്കമായിരുന്നു? അതെ അച്ഛാ. വല്ലാത്ത തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. ഞാനൊന്ന് കിടന്നു, ഉറങ്ങിപ്പോയി. അല്ല, ഇവിടെ ശബ്ദം കേട്ടപ്പോഴാ ഉണർന്നെ. അല്ല, ദേവകി എന്തിയേ? അയ്യോ, അമ്മ ഇവിടെ ഇല്ലേ? എന്നോടാണ് ചോദിക്കുന്നേ? ഞാൻ കരുതി തിരിച്ചു വന്നിട്ടുണ്ടാവൂന്ന്. അതിന് ദേവകി എവിടെ പോയതാ? അതച്ഛാ, ഞാൻ ഉറങ്ങുന്നതിനൊക്കെ മുൻപാ ഒരു സഞ്ചിയും പേഴ്സും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ടു. പുറത്തേക്ക് പോയെന്നോ? എവിടെ പോവാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പ പറഞ്ഞു, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നില്ലേ ആ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോവാന്നാ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിലോ? എന്തിനു പോയതാ? അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. സാധനങ്ങളെല്ലാം തീർന്നു, വാങ്ങിയിട്ട് വരാന്നും പറഞ്ഞാ പോയത്. ഞാൻ പറഞ്ഞിട്ടോ? അതൊന്നും എനിക്കറിയില്ല. അമ്മ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ല, നല്ല തലവേദന ആയിരുന്നോണ്ടേ എന്താ ഏതാ പറഞ്ഞെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. അല്ല, എന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ? അയ്യോ, വന്നില്ലേ? അതുകൊള്ളല്ലോ. അമ്മ ഇത് എവിടെ കറങ്ങാൻ പോയതാ? എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ അച്ഛാ? മോൻ ഇവിടെ നിൽക്കേ, അച്ഛൻ നോക്കിയിട്ട് വരാം. ഇവിടെ ഏട്ടത്തെ തനിച്ചാണല്ലോ. മോൻ വിഷമിക്കണ്ട, ഞാൻ അമ്മയെ കൂട്ടിട്ട് വരാം. എന്നാലും അമ്മ ഇത് എവിടെ പോയതാ? നിന്റെ അമ്മ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാണും. നാളെ കോടതി, പിന്നെ ജയില്. പാവം തള്ള എന്നോട് ഒരുപാട് പോരെടുത്തു. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.